അങ്ങനെ ചൂടൊക്കെ കുറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലോ അതല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ആയിരിക്കും കൂടുതലും മഴ പെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസ് ചെടികളുടെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ സമയവും ഇലകൾ നനവോടെ ഇരിക്കുന്നത് കൊണ്ട് ഫംഗസിൻ്റെ അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വീക്കിലി ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതുപോലെ ഇലകളുടെ മുകൾ ഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്താൽ പോരാ, ഇലകളുടെ അടിഭാഗത്തും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തും കൂടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇങ്ങനെ തിക്കായി നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഉൾഭാഗത്തെല്ലാം ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം. മുകളിലുള്ള ലീവ്സ് എല്ലാം പെട്ടെന്ന് ഡ്രൈ ആയി കാണുന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ലീവ്സ് എപ്പോഴും നനവോട് കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഫംഗസ് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ടൈം എടുത്ത് ചെടി മുഴുവനായിട്ടും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലീവ്സിൽ ബ്ലാക്ക് സ്പോട്ടോ അല്ലെങ്കിൽ യെല്ലോ ലീവ്സോ കണ്ടതിന് ശേഷമല്ല നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീക്കിലി ചെയ്ത് കൊടുക്കണം. അതുപോലെ യെല്ലോ ലീവ്സ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന് അതിനെല്ലാം പറിച്ച് കളഞ്ഞിട്ട് അതുപോലെ ചട്ടിയിലുള്ള പുല്ലെല്ലാം പറിച്ചതിന് ശേഷം ഫംഗിസൈഡ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും നല്ല മഴ വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 5-5:30 മണിയായിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ഫംഗിസൈഡ് അടിക്കാതിരുന്ന കണ്ട ഇപ്പോൾ തന്നെ കുറച്ച് ലീവ്സിനൊക്കെ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അത് 2 ദിവസം എനിക്ക് ചെടികളെ ശ്രദ്ധിക്കാൻ തീരെ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 2 ദിവസം മുമ്പ് ഒരു ലീഫ് പോലും യെല്ലോ ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഈ ഫംഗിസൈഡ് കൊടുക്കുകയായിരുന്നെങ്കിൽ മറ്റുള്ള ലീവ്സിലേക്ക് ഇത് സ്പ്രെഡ് ആവില്ലായിരുന്നു. എന്നാലും കൂടുതലൊന്നുമില്ല, 2-3 ലീവ്സൊക്കെ എല്ലാ പ്ലാന്റിലും യെല്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫംഗസ് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ 1-2 ലീഫിൽ ബ്ലാക്ക് സ്പോട്ടോ അല്ലെങ്കിൽ 1-2 യെല്ലോ ലീഫോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് പറിച്ച് കളയുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫംഗിസൈഡ്. ഇല്ലെങ്കിൽ ഇന്ന് ഒരു ലീഫിലാണെങ്കിൽ നാളെ അത് 5 ലീവ്സിലേക്ക് സ്പ്രെഡ് ആകും. നാളെ കഴിഞ്ഞാൽ അത് 10 ലീവ്സിലേക്ക് സ്പ്രെഡ് ആകും. അപ്പോൾ എല്ലാവരും റോസ് പ്ലാന്റ്സിന് നല്ല കെയർ കൊടുക്കുക. റോസുകളെല്ലാം നന്നായി വളർന്ന് കുല കുത്തി പൂക്കൾ ഉണ്ടാവട്ടെ.